റിപ്പോർട്ടർ ഇംപാക്ട് തൃശ്ശൂരിൽ എയ്ഡഡ് കൊള്ള നടത്തിയ 3 സ്കൂളുകളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തു. VC പ്രവീൺ മാനേജറായിരുന്ന കുരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ സ്കൂളുകളുടെ ഭരണമാണ് DU ഏറ്റെടുത്ത് ഉത്തരവായത്. 114 അധ്യാപകരിൽ നിന്നും ലക്ഷങ്ങൾ കോഴ വാങ്ങി 1 രൂപ പോലും ശമ്പളം കൊടുക്കാതെ കോടികളുടെ നിയമന കോഴ നടത്തിയ VC പ്രവീണിനെ മാനേജർ സ്ഥാനത്തു നിന്നും സർക്കാർ നീക്കിയതിന് പിന്നാലെയാണ് നടപടി. റിപ്പോർട്ടറിൻ്റെ എയ്ഡഡ് കൊള്ളയെന്ന SIT പരമ്പരയിലൂടെയാണ് VC പ്രവീൺ എന്ന തട്ടിപ്പുകാരനായ സ്കൂൾ മാനേജറെ ഞങ്ങൾ തുറന്നു കാട്ടിയത്. 114 അധ്യാപകർ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട് ഉപജീവനമില്ലാതെ പെരുവഴിയിലായ വാർത്തകൾ ഒന്നിനു പിറകെ ഒന്നായി റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു. 221 ഇല്ലാത്ത കുട്ടികളെ ഉണ്ടെന്ന് കാണിച്ച് കള്ളക്കണക്കുണ്ടാക്കി ഡിവിഷനുകൾ കൂട്ടിവാങ്ങി സർക്കാരിനെയും പറ്റിച്ചു. വാർത്തയ്ക്ക് പിന്നാലെ കർശന നടപടിയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും പ്രതികരിച്ചു. തട്ടിപ്പിനിരയായ അധ്യാപകരുടെ പരാതികൾ സ്വീകരിക്കാൻ ആദ്യം തയ്യാറാവാതിരുന്ന പോലീസിന് റിപ്പോർട്ടർ വാർത്തയുടെ തുടർച്ചയ്ക്ക് പിന്നാലെ നടപടിയെടുക്കേണ്ടി വന്നു. നിലവിൽ 15ലധികം FIRകളാണ് VC പ്രവീണിനെതിരെ പോലീസ് ചുമത്തിയത്. പ്രവീണിൻ്റെ ഭാര്യയും അമ്മയും കൂരിക്കുഴി സ്കൂളിലെ അധ്യാപികയും വിവിധ കേസുകളിൽ പ്രതികളായി. പോലീസ് 2 മാസം മുമ്പ് പ്രവീണിനെ അറസ്റ്റ് ചെയ്തു. പ്രവീൺ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. ഇതിനിടയിലാണ് വൻ തട്ടിപ്പ് നടത്തിയെന്ന് വിദ്യാഭ്യാസ വകുപ്പിന് ബോധ്യമായതിനെ തുടർന്ന് VC പ്രവീണിനെ 3 സ്കൂളുകളുടെ മാനേജർ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയത്. ഇതിന് പിന്നാലെ സ്കൂളുകളുടെ ഭരണം DO ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവും പുറത്തിറക്കുകയായിരുന്നു. അധ്യാപക നിയമനത്തിൻ്റെ പേരിൽ നാട്ടുകാരിൽ നിന്ന് ലക്ഷങ്ങൾ കോഴ വാങ്ങി സർക്കാരിനെയും അധ്യാപകരെയും പറ്റിക്കുന്ന നിരവധി പ്രവീണുമാർ കേരളീയ സമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. ഇതുപോലെയുള്ള പ്രവീണുമാർ ഇഷ്ടം പോലെ തട്ടിപ്പ് നടത്തുമ്പോഴും ഒന്നും ചെയ്യാനാകാതെ കയ്യും കെട്ടിയിരിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.